റമദാൻ മാസമാണ് സക്കാത്ത് കൊടുക്കുന്ന സമയം അല്ലേ? എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലത്തെ എല്ലാ വീടുകളും കയറ്റി സക്കാത്തിന് പോയിരുന്നു. അന്നൊക്കെ 5 രൂപയാണ് മാക്സിമം കിട്ടിക്കുന്നത്. 5 രൂപയുടെ കോയിൻസും അത് 5 രൂപയുടെ നോട്ടൊക്കെ കാണുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്സ് ആണ്. ഇപ്പം അത് 50ലേക്ക് മാറി, ഇനി കുറച്ച് കഴിഞ്ഞത് 200ലേക്ക് മാറി, മിനിമം കുറച്ചുകൂടി കഴിഞ്ഞത് 500ലേക്ക് മാറും. അപ്പോൾ ഞാനിപ്പോൾ തരാൻ പോകുന്നത് 50 രൂപയാണ് സക്കാത്ത്. കാരണം സക്കാത്ത് വാങ്ങുക എന്നുള്ളത് അത് അതുവഴി റിച്ച് ആവുക എന്നുള്ളതല്ല, നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർ കൊടുക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സക്കാത്ത് കിട്ടാൻ വേണ്ടി 2 ഓപ്ഷൻ. ഒന്ന്, എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചാൽ ഇതെൻ്റെ കയ്യിലുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തു തരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുക, എന്നിട്ട് എനിക്കൊരു മെസ്സേജ് ആയിക്കോട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഗൂഗിൾ പേ ആയിട്ട് എന്തായാലും അയച്ചു തരും കേട്ടോ. അപ്പോൾ സമയം കളയണ്ട, എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ ജാതിയോ മതമോ ഒന്നും നമുക്ക് വിഷയം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വൈത്തോണം സക്കാത്ത്. ചിലപ്പോൾ ഞാൻ ഈ പറയാൻ പോണ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ചിലപ്പോൾ എല്ലാവരും മൈൻഡിൽ വരിക ഒന്ന് പോയി പണിയൊക്കെ ചേർക്കാനുള്ള കാര്യം. പക്ഷേ റിയാലിറ്റി, വാസ്തവം എന്നുള്ളത് സക്കാത്ത് പൈസ എന്നുള്ളത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. ഒരാളുടെ സമ്പത്തിൻ്റെ 2.5% ഒരു വർഷമാകുമ്പോൾ കൊടുക്കേണ്ടത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അത് അവനക്ക് തന്നെ കിട്ടണം. അത് അർഹതപ്പെട്ട ഒരാളിലേക്കല്ലാതെ അത് നീക്കി വെച്ചാലോ അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്താലോ അത് നമ്മളെ ശരീരത്തെ തൊട്ടിട്ട് സക്കാത്ത് വീട്ടാന്നുള്ള ആ ബാധ്യത ഒരിക്കലും വിടൂല. പിന്നെ ഈ വീഡിയോയിൽ ഈ പറയുന്ന സുഹൃത്ത് ചിലപ്പോൾ ഈ സക്കാത്തിൻ്റെ പൈസ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മിച്ചം പൈസക്കാരൻ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോളോവേഴ്സിന് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കുക. അത് നമുക്കറിയില്ലല്ലോ അയാളുടെ ഉദ്ദേശം എത്തരത്തിലാണ് എന്നുള്ളത്. പക്ഷെ വാസ്തവം എന്നുള്ളത് സക്കാത്തിൻ്റെ പൈസ എന്നുള്ളത് അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അത് ഓൽക്ക് തന്നെ കൊടുക്കണം. അത് ഓൽക്കല്ലാതെ വേറെ ആർക്കും കൊടുത്തിട്ട് ഒരു കാര്യമല്ല. നമ്മുടെ ഒരു നാട്ടു നടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ണൂര് അല്ലെങ്കിൽ കാസർഗോഡ് അവിടെയൊക്കെ കുറച്ച് അജയന്മാരൊക്കെ ഉണ്ട്. ഓലൊക്കെ റംസാനായാൽ 50-ൻ്റെയും 500-ൻ്റെയും 100-ൻ്റെയും കെട്ടും പിടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കും. അത് സക്കാത്ത് പൈസ ആണ് പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യുക. അതൊരിക്കലും സക്കാത്ത് വിടൂല. ഇനി അതിൽ പാവപ്പെട്ട ആൾക്കാർ വന്നിക്കണമെങ്കിൽ അതിലങ്ങനെ കടന്നു പോകുന്നല്ലാതെ അതിൽ വരുന്ന ആൾക്കാർ മുഴുവന് സക്കാത്തിൻ്റെ അവകാശികളാകണം എന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ബ്രോൻ്റെ നീയത്ത് നമുക്ക് എങ്ങനെ അറിയില്ല. ചിലപ്പോൾ സക്കാത്ത് കൊടുത്തതിന് ശേഷം മിച്ചുള്ള ബാക്കി പൈസക്കാരും ഫോളോവേഴ്സിന് സ്വന്തം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ ഒരു വാസ്തവം റിയാലിറ്റി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്.